ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നീച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻ്റ് ആകുന്ന ഒരു സ്ത്രീക്ക് ശരീരത്തിൽ പല തരത്തിലുള്ള മാറ്റങ്ങൾ ഫീൽ ചെയ്യാറുണ്ട്. ചിലർക്ക് ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മാറ്റമല്ല മറ്റൊരു പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്നത്. അതുപോലെ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാറ്റമല്ല അതേ കുടുംബത്തിലെ തന്നെ മറ്റൊരു സ്ത്രീക്കും ഉണ്ടാകുന്നത്. ഓരോരുത്തർക്കും വളരെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് അവരുടെ എൻറ്റയർ 9 months ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുമ്പോഴേക്കും പലരും ക്യൂരിയസ് ആണ് കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് പേർക്ക് പലതരത്തിലുള്ള വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപാട് വീഡിയോസിൽ പറയുന്നത് പോലെ തന്നെ ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് നമ്മൾ ചിന്തിക്കത്തക്ക രീതിക്കുള്ള പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പല സ്ത്രീകൾക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട്, നമ്മുടെ മാറി മാറി വരുന്ന ജീവിത രീതികൾ വെച്ചിട്ട് ഒരുപാട് പേരുടെ ലൈഫ് സ്റ്റൈല് അൺഹെൽത്തി ആയിട്ട് പോകാറുണ്ട്. പലതരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ പലർക്കും തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പ്രഗ്നൻസിയുടേതായിട്ടുള്ളൊരു ചട്ടക്കൂടിൽ വരുന്ന ഒരുപാട് പ്രഗ്നൻസി ലക്ഷണങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പലർക്കും ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണാറുണ്ട്. അങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേക്കും അതിനെപ്പറ്റി നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ശരീരം ഒരു പടി ഒന്ന് ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ പറയാനായിട്ടുള്ള കാരണം, ഒരുപാട് പേര് PCOD ഉള്ളവർ PCODയുടെ ലക്ഷണങ്ങൾ കൊണ്ട് അത് പ്രഗ്നൻസി അല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആയിരിക്കും. അത് നമുക്ക് അറിയാതെയോ പെട്ടെന്ന് കെയർ ചെയ്ത് കൊടുക്കാൻ പറ്റാതെയോ വരുമ്പോഴേക്കും ആ പ്രഗ്നൻസി നഷ്ടമായി പോകുന്നവരുണ്ട്. അതുപോലെ ലക്ഷണങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ വന്നിട്ട് അത് മിസ്കാരേജ് ആയി പോകുന്നവരുണ്ട്. ലക്ഷണങ്ങളില്ലാതെ അത് ഒരുപാട് നാളുകൾക്ക് ശേഷം ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവ് ആവുന്നവരുണ്ട്. ട്യൂബൽ പ്രഗ്നൻസി ആയി പോയവരുണ്ട്. ഇങ്ങനെയായിട്ടുള്ള അൺസർട്ടനിറ്റീസ് വരുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കേൾക്കാനായിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റി കേൾക്കുന്നത് മാനസികപരമായിട്ടൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കേട്ട് കഴിയുമ്പോഴേക്കും നെഗറ്റീവായി പോകുമ്പോൾ നിങ്ങൾക്കൊരു സങ്കടവും മനസ്സിലൊരു അസ്വസ്ഥതകളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണാതായി കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾ കാണണ്ട കേട്ടോ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതായത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ, നമ്മൾ മനസ്സിലാക്കാത്ത ലക്ഷണങ്ങൾ വെച്ചിട്ടും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. പീരിയഡ് ഡേറ്റ് മിസ് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക കേട്ടോ. കുറച്ച് കൂടുതലായി സംസാരിച്ചു എന്ന് അറിയാം, പക്ഷെ ഇത് പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കാൻ പോകുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടുകാലിൽ അനുഭവപ്പെടുന്ന വേദനയെ പറ്റിയിട്ടാണ്. മുട്ടുകാലിൽ വേദന ഉണ്ടാവുന്നത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ലേ. മുട്ടുകാലിലും നമുക്ക് പ്രഗ്നൻസി ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. ഇങ്ങനെ നമുക്ക് വേദന ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും കൂടുതൽ നമ്മളിൽ ഒരു കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാവുമ്പോഴേക്കും, കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മളൊരു സ്ത്രീ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും ഒരു ഡോക്ടറെ കാണാൻ ചെല്ലുമ്പോൾ അവർ എഴുതി കൊടുക്കുന്ന പ്രിനേറ്റൽ വിറ്റമിൻസിലും അതുപോലെ തന്നെ അവരുടെ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലും ഏറ്റവും കൂടുതൽ വേണ്ട വിറ്റമിൻ ആണ് കാൽസ്യം എന്ന് പറയുന്നത്. ഈ കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി കുഞ്ഞിന്റെ ശരീരത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ അതുമൂലം കുഞ്ഞിന്റെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും ഒക്കെ അത് ഒരുപാട് ബാധിക്കും. അങ്ങനെ വരുമ്പോഴേക്കും ഈ കാൽസ്യം നമ്മുടെ ശരീരം അബ്സോർബ് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ജോയിന്റ്സിൽ നിന്നൊക്കെ ആയിരിക്കും. നമ്മുടെ എല്ലുകളിൽ നിന്നൊക്കെ കാൽസ്യം എത്തിച്ച് കുഞ്ഞിന് കൊടുക്കും. കുഞ്ഞിന് കാൽസ്യത്തിന്റെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം അങ്ങനെ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും നമ്മുടെ ജോയിന്റ്സിൽ നിന്നെല്ലാം കാൽസ്യം അബ്സോർബ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകും. കാൽസ്യം ഡെഫിഷ്യൻസി മൂലം നമുക്ക് മറ്റു പലതരത്തിലുള്ള ലക്ഷണങ്ങളും അതുപോലെ ജോയിന്റ് പെയിനും ഒക്കെ അനുഭവപ്പെടാനായിട്ട് കാരണമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ മുട്ടുകാലിലും വേദന ഉണ്ടാവുന്നത് ഈ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി മൂലമാണ് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് പലതരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. ഇങ്ങനെയുള്ള ഹോർമോൺ ചേഞ്ചസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മളുടെ ശരീരം ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട്, ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകും. ഈ റിലാക്സിൻ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നടക്കുമ്പോഴേക്കും പലർക്കും അവരുടെ ജോയിന്റ്സിൽ അതുപോലെ അവരുടെ മസിൽസ് ജോയിൻ ആകുന്ന നമ്മുടെ ആ ഒരു ഉപ്പൂറ്റി പോലുള്ള ഭാഗങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മുട്ടുകാലിലും നമുക്ക് വേദന അനുഭവപ്പെടാം. അപ്പോൾ ഹോർമോൺ ചേഞ്ചസ് ആണ് അടുത്തൊരു റീസൺ എന്ന് പറയുന്നത്. പിന്നെ മൂന്നാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആകാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരം ഒരുപാട് ശ്രദ്ധിക്കും. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷന്റെ ആ ഒരു നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ട്, നോർമലി ഉണ്ടായതിനേക്കാളും കുറച്ചുകൂടി ഉയരത്തിൽ നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് എൻലാർജ് ആവാനായിട്ട് തുടങ്ങും. വെയിൻസ് ഒക്കെ ഒന്ന് വലുതാവാനായിട്ട് തുടങ്ങും. അങ്ങനെ വരുമ്പോഴേക്കും അതിന്റെ ഭാഗമായിട്ടും നമുക്കൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് അനുഭവപ്പെടും. ഇങ്ങനെ
ഒരു എൻലാർജ്മെന്റ് നമ്മുടെ ഞരമ്പുകളിലൊക്കെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു ജോയിന്റ്സിന്റെ ഒക്കെ കടന്നു പോകുന്ന ഭാഗത്ത് ആ ഒരു എൻലാർജ്മെന്റ് വരുന്നതും അവരിൽ ഉണ്ടാകുന്ന ആ ഒരു ഞരമ്പുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രഷറും അതുപോലെ തന്നെ അവരിൽ ഉണ്ടാകുന്ന ആ ഒരു നമ്മളെ ബോഡി തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന മാറ്റങ്ങളും ഒക്കെ കൂടുതലായിട്ട് ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് നേരം നിൽക്കുന്നത്, ഒരുപാട് നേരം നടക്കുന്നത്. നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ് നിൽക്കുമ്പോഴേക്കും നമുക്ക് വേദന ഉണ്ടാവുക, നടക്കുമ്പോഴേക്കും നമുക്ക് വേദന ഉണ്ടാവുക. ഒരുപാട് നേരം നിന്ന് നടക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പക്ഷെ നോർമലി നമ്മൾ വീട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമുക്കൊരു നിൽക്കുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുക, അല്ലെങ്കിൽ നടക്കുമ്പോഴൊക്കെ നമുക്ക് വേദന അനുഭവപ്പെടുക, ഇതെല്ലാം കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് പ്രഗ്നൻസി ആകുന്ന സമയത്തായിരിക്കും കേട്ടോ. നോർമലി അതല്ലാതെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. മറ്റുള്ള എന്തെങ്കിലും കാൽസ്യത്തിന്റെ ഒക്കെ ഡെഫിഷ്യൻസി കൊണ്ടാണോ നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഈ ജോയിന്റ് പെയിൻ നമുക്ക് ഏർലി പ്രഗ്നൻസിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മുട്ടിന്റെ ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാവുന്നത് നമുക്ക് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ ഞാൻ ഈ തുടക്കത്തിലെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും വേദന ഉണ്ടാവുക, നടക്കുന്ന സമയത്ത് നമുക്ക് വേദന ഉണ്ടാവുക, ഈ നമ്മൾ പെട്ടെന്ന് ഇരുന്നിട്ടൊന്ന് എഴുന്നേക്കുന്ന സമയത്ത് ആ ഒരു കാൽമുട്ടിന്റെ ആ ഒരു ഭാഗത്ത് നമുക്ക് വേദന ഉണ്ടാവുക, അതുപോലെ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് നമുക്ക് വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടുക. ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന സിംറ്റംസ് എന്ന് പറയുന്നത് കേട്ടോ. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ഒന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് പ്രഗ്നൻസി ആയതിന്റെയും കൂടി ഒരു സൂചനയായിരിക്കും കേട്ടോ. ഇത്തരത്തിൽ ജോയിന്റ് പെയിനും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരത്തിന് ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് റെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ റെസ്റ്റ് നല്ലതുപോലെ ശരീരത്തിന് കൊടുക്കുക. നിങ്ങളുടെ ബോഡി ടയേർഡ് ആകുന്നു എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ കുറച്ചു നേരം ഇരിക്കുകയോ കുറച്ചു നേരം കിടക്കുകയോ അങ്ങനെ എങ്ങനെയാണോ നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ പെർഫോം ചെയ്യാം കേട്ടോ. പിന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വരുമ്പോഴേക്കും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ, എളുപ്പത്തിൽ സ്ട്രെച്ച് ആകാൻ സഹായിക്കുന്ന സ്ട്രെച്ചിങ് എക്സസൈസുകൾ നിങ്ങൾ യൂട്യൂബിൽ നോക്കി ചെയ്യാം കേട്ടോ. ഇതും നിങ്ങളുടെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. നമ്മളുടെ ഒരു ലാസ്റ്റത്തെ ഒരു ട്രൈമസ്റ്റർ ഒക്കെ ആകുമ്പോഴേക്കും ഈ വേദന നമുക്ക് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമുക്ക് ഈ ഒരു വേദന കൂടുതലായിട്ടും ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരഭാരം കൂടും. നമ്മുടെ ഉയരത്തിനേക്കാളും അനുസൃതമല്ലാതെ ഒരുപാട് നമ്മളുടെ ശരീരഭാരം കൂടും. ഈ ഒരു വെയിറ്റ് നമ്മുടെ കാലിന് താങ്ങാൻ പറ്റാതെ വരുമ്പോഴേക്കും നമുക്ക് ഉപ്പൂറ്റി വേദനയും അതുപോലെ നമ്മുടെ കാൽമുട്ടിന്റെ ഭാഗത്തെ വേദനയും ഒക്കെ അനുഭവപ്പെടാം. ലാസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ നമുക്ക് ഇത്തരത്തിലുള്ള വേദന ഉണ്ടാവാനായിട്ടുള്ള കാരണം നമ്മുടെ ആ ഒരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് ശരീരം പ്രിപ്പയർ ആകുന്നു, പെൽവിക് ഒക്കെ ഒന്ന് റിലാക്സ് ആയി തുടങ്ങുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ട്രൈമസ്റ്ററിന്റെ ഭാഗത്തും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഫസ്റ്റ് ട്രൈമസ്റ്ററിലും ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന കോസസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളെ കൊണ്ട് വേദന സഹിക്കാൻ പറ്റാത്ത രീതിക്ക് വേദന ഉണ്ടാകുന്ന ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ നിൽക്കരുത് കേട്ടോ. വേദനയും ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഉണ്ടാവുന്നു, നിങ്ങൾ ട്രൈ ചെയ്തിട്ടും അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടും അത് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നും കൂടി നിങ്ങൾ നോക്കണം കേട്ടോ. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും പീരീഡ് മിസ് ആവുന്നുണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.